ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലാലേട്ടൻ്റെ ആ കമ്മിങ് ബാക്ക് അങ്ങോട്ട് ഗംഭീരമാക്കിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, പുതിയ സിനിമ ഇറങ്ങിയിട്ടൊന്നും അല്ലല്ലോ ഇപ്പം ലാലേട്ടൻ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറയും ചിലരൊക്കെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ലാലേട്ടൻ്റെ പവർ അത് അവിടെ തന്നെയുണ്ട്. മറ്റാര് വന്നാലും ലാലേട്ടന് തുല്യം ലാലേട്ടൻ മാത്രം. മുണ്ട് മടക്കി കുത്തി മീശ വിരിച്ച് നെഞ്ചു വിരിച്ച് ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ മോനെ മക്കളെ വേറെ ലെവലായിട്ട് കത്തിക്കയറും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദേവദൂതൻ റിലീസിലൂടെ കാണിച്ചു തരുന്നത്. എന്തായാലും അതിൻ്റെ കുറേയധികം ബോക്സ് ഓഫീസ് പ്രകടനവും നിലവിലുള്ള സാഹചര്യമൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ലൈക്ക് കിട്ടിയാൽ കൂടുതൽ റീച്ച് കിട്ടിയാൽ. എന്തായാലും തന്നെ ദേവദൂതനിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വർഷം ആദ്യം ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നു, വലിയ കൊട്ടിക്കൂഷിച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു മാജിക്ക് ലാലേട്ടനൊപ്പം കാണുമ്പം നമ്മൾ ഏവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ലാലേട്ടൻ്റെ ആ ഒരു സംഹാര താണ്ഡവം നമുക്ക് കാണാൻ സാധിക്കും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിൽ മലൈക്കോട്ടെ വാലിബൻ സിനിമ വന്നു. കാര്യമായിട്ടൊരു ചലനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ വമ്പൻ പൊട്ടലിലേക്കൊക്കെ പോയ ഒരു സിനിമയായിരുന്നു. ഇതുകൂടാതെ ഇതിനു മുൻപ് വന്നത് നേര് സിനിമയാണ്. നേര് സിനിമയ്ക്ക് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ നേടുകയുണ്ടായി. ജീത്തു ജോസഫിൻ്റെ ഒരു മാജിക്ക് നമുക്ക് തിയേറ്ററുകളിൽ വീണ്ടും ലാലേട്ടനൊപ്പം ഒന്നിച്ചപ്പം കളക്ഷൻ കൊയ്ത്തിൻ്റെ കാര്യത്തിൽ കാണുകയുണ്ടായി. നേര് സിനിമ വന്നപ്പം കുറേ ആൾക്കാർ പറഞ്ഞു അത് ജീത്തു ജോസഫിൻ്റെ കഴിവാണ്. ലാലേട്ടൻ എന്ന് പറയുന്ന ആളിൻ്റെ അതിൻ്റെ മുമ്പിലുള്ള പടങ്ങളെല്ലാം പൊട്ടി എത്രയോ പടങ്ങൾ ലാലേട്ടൻ ഒരു ഹിറ്റ് കാണാനായിട്ട്, ആ ലാലേട്ടൻ്റെ ആ ഒരു പഴയകാല പ്രതാപത്തിലേക്കൊക്കെ വരാനായിട്ട് എല്ലാ ആരാധകരും കാത്തിരിക്കുമ്പോൾ വന്നൊരു സിനിമ ആയതുകൊണ്ട് നേര് മാത്രം ഹിറ്റായി എന്നായിരുന്നു അന്നത്തെ ഒരു ടോൺ. പിന്നീട് എന്തായി, അതിനുശേഷം വന്ന മലൈക്കോട്ടെ വാലിബൻ്റെ അവസ്ഥയോ ടകേന്ന് താഴോട്ടും. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം വീണ്ടും വിമർശകർ പറയാൻ തുടങ്ങി ഏത് ലാലേട്ടൻ്റെ കാലം ഇത്രയൊക്കെ ഉള്ളൂ, ഇടയ്ക്ക് വന്ന് ഒട്ടന് ലോട്ടറി അടിച്ചതുപോലെ നേര് സിനിമ ഹിറ്റായി എന്നതുകൊണ്ട് തന്നെ ലാലേട്ടനെ അത്രയ്ക്ക് അങ്ങോട്ട് പൊക്കി അടിക്കണ്ട എന്നുള്ള രീതിയിലേക്കൊക്കെ പറയും. എന്തായാലും ഫാൻസുകാർക്കൊക്കെ വിഷമം വരുന്ന രീതിയിൽ ലാലേട്ടൻ്റെ കുറേയധികം സിനിമകൾ ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന സമയത്ത് നേര് ഒരു ആശ്വാസം ഉണ്ടാക്കിയെങ്കിലും ഇനി അങ്ങോട്ട് നല്ല കാലം അല്ല എന്നുള്ള രീതിയിലൊക്കെ എഴുതി തള്ളുന്ന രീതിയിലൊക്കെ വന്നിരുന്നു. പക്ഷെ എന്തായാലും അതിന് നല്ലൊരു തിരിച്ചടി എന്നോളം ബറോസ് സിനിമ ഈ വരുന്ന മാസങ്ങളിലൊക്കെ റിലീസാകാനായിട്ട് ഏറ്റവും അടുത്ത ദിവസത്തിൽ ബറോസ് സിനിമ റിലീസാകാൻ പോവാണ്. ആ മാജിക് എന്താണെന്നുള്ളത് നമ്മളെ കാണിക്കാനിരിക്കുകയാണ്. ലാലേട്ടൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, സിനിമാ മേഖലയിലെ എക്സ്പീരിയൻസ് ഒരു സിനിമാ രൂപത്തിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും ആദ്യമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കിട്ടുവാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു ഭൂതത്താനെ കാണാനായിട്ട്, ഒരു കൊച്ചു കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന ഒരു 3D സിനിമ കാണാനായിട്ട്, ആ കുട്ടിച്ചാത്തനെ ഒന്ന് കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് സിബി മലയിലിൻ്റെ പണ്ട് കാലത്ത് പണ്ടാരം അടങ്ങിയ ഒരു സിനിമ ദേവദൂതൻ എന്ന് പറയുന്ന വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കൽ അതുകൊണ്ടൊക്കെ ശ്രദ്ധേയമായി. പിന്നീട് പടം ഇറങ്ങി പൊട്ടിപ്പാളീസായി തിയേറ്ററുകളൊക്കെ വിട്ട് കഴിഞ്ഞപ്പം തൊട്ട് അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം സിനിമ അങ്ങോട്ട് ക്ലിക്കാകാൻ തുടങ്ങി. എല്ലാ ജനങ്ങൾക്കും പ്രത്യേകിച്ച് അതിൻ്റെ അകത്തെ മ്യൂസിക്കൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നീട് ഒരു ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ അതിൻ്റെ ചർച്ചകളൊക്കെ അലയൊടിക്കുകയുണ്ടായി. എന്തായാലും ആ സിനിമ ഇപ്പോൾ റിലീസുമായിട്ട് വന്നു. തിയേറ്ററുകളിൽ സംഹാര താണ്ഡവമാടുകയാണെന്ന് തന്നെ പറയാം. കാരണം രായൻ അല്ലെങ്കിൽ വലിയ സിനിമകളൊക്കെ ലെവൽ ക്രോസൊക്കെ വന്നിട്ട് നമ്മൾ ഓർത്തു ഇതെല്ലാം നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഒരു റിലീസ് സിനിമയ്ക്ക് എന്ത് ചലനം തിയേറ്ററുകളിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമ്പോഴാണ് സ്ഫടികം സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങിയിട്ട് ഒരു ചലനം ഉണ്ടാക്കിയത് എങ്ങനെയാണോ അതെന്ന് പറഞ്ഞാൽ ഒരു മാസ് മസാല സിനിമ അന്ന് തിയേറ്ററുകളിൽ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറി അത്രയ്ക്കും കോളികളൊക്കെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോഴാണ് ഒരു പൊട്ടിയ സിനിമ തിയേറ്ററുകളിലേക്ക് ഇങ്ങോട്ട് പടച്ചു വിടുകയാണ്. സിബി മലയിലിൻ്റെ ആ ഒരു പഴയ പൊട്ടിയ സിനിമ തിയേറ്ററുകളിൽ വിടുമ്പം എന്താകും എന്നുള്ള പേടിയിൽ നിൽക്കുന്ന സമയത്താണ് തിയേറ്ററുകളെ വിറപ്പിച്ചുകൊണ്ട് ലെവൽ ക്രോസ് കളക്ഷൻ ഒരു ദിവസം നേടുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഒരു റിലീസ് പൊട്ടിയ സിനിമയ്ക്ക് കളക്ഷനായിട്ട് നേടാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. അതാണ് ദേവദൂതൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും കിടം മറിച്ചുകൊണ്ട് തിയേറ്ററുകളെ വിറപ്പിക്കുക മാത്രമല്ല, ആളുകളെ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരു കുറേ ആളുകൾ ഈ സിനിമ കാണാനുണ്ട്. ആ ആളുകളെല്ലാം തന്നെ ചെറുപ്പക്കാരൊന്നടങ്കം തന്നെ തിയേറ്ററുകളിലേക്ക് കുത്തൊഴുകി എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും 3 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു കളക്ഷൻ കൊയ്ത്ത് നേടിയെന്ന് തന്നെ പറയാം. ഓപ്പണിംഗ് ഡേയിൽ കേരള കളക്ഷനായിട്ട് 30 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയെങ്കിൽ രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച 35 ലക്ഷമായി. അതായത് വർധനവ് മാത്രമാണ് കാണുന്നത്. സാധാരണ എല്ലാവരും പറയും ഒരു റിലീസ് സിനിമ ആയതുകൊണ്ട് ആദ്യത്തെ ഒരു ദിവസം ഫാൻസുകാരെല്ലാം കൂടെ കുത്തി ഇടിച്ച് കയറും,
രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേന് പതുക്കെ ലോ ആയി ആ സിനിമയുടെ വെട്ടിക്കെട്ട് ഒരു 3-4 ദിവസം കൊണ്ട് തീരും എന്നുള്ളതാണല്ലോ സാധാരണ പറയാറ്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ അവിടെ നിന്നില്ല. ഞായറാഴ്ച 40 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വന്നെന്നാണ് അറിയുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് തന്നെ ഇന്നലെ വരെ ഉള്ള കളക്ഷൻ എന്ന് പറയുന്നത് 105 ലക്ഷം രൂപ, അതായത് 1,05,00,000 രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഒരു ട്രാക്ക് ചെയ്തപ്പം പ്രൊമോ ട്രാക്കേഴ്സൊക്കെ പുറത്ത് വിടുന്നത് 20 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്ന് ഈ വർക്കിംഗ് ഡേ ആയ തിങ്കളാഴ്ച ദിവസം വരുമെന്നാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, സിനിമ വീണിട്ടില്ല മക്കളെ. റിലീസിൻ്റെ റെക്കോർഡ് കളക്ഷനുമായിട്ട് ദേവദൂതൻ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ആ വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് ദേവദൂതൻ്റെ ചിറക് വിരിച്ച് ആ ഉയർച്ച ഉയരങ്ങളിലേക്ക് പറക്കട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വിദേശ രാജ്യത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആദ്യ ദിവസം 20 ലക്ഷം രൂപയായിരുന്നു നേടുകയുണ്ടായത്. പിന്നീടുള്ള ദിവസങ്ങളിൽ കുറച്ച് ഡൗൺ ആകുന്ന കണ്ടു. മൊത്തം 40 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വന്നതായിട്ടാണ് അറിയുന്നത്. മൊത്തം വേൾഡ് വൈഡ് കളക്ഷൻ റിലീസ് സിനിമയായി ഈ ദേവദൂതൻ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 1,55,00,000 രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനാണ്. മൊത്തം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 3 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ മിനിമം ദേവദൂതൻ സിനിമ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എത്രത്തോളം ഇതിൻ്റെ കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് ഒരു കാര്യം പറഞ്ഞാൽ, മമ്മൂക്ക ഇത്രയും വർഷങ്ങളായിട്ട് റിലീസുകൾ ഒരുപാട് നമ്മൾ കണ്ടു അല്ലേ. പക്ഷെ മമ്മൂക്കയുടേതായ ഒരു സിനിമ നമുക്ക് റിലീസായിട്ട് തിയേറ്ററുകളിൽ നമുക്ക് കാഴ്ച അനുഭവം നമുക്ക് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? പേടിച്ചിട്ടാണോ? അല്ല. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു സിനിമയും ഇതുപോലെ റിലീസുമായിട്ട് വന്ന് തിയേറ്ററുകൾ കീഴടക്കുന്നത് കാണാനായിട്ട് മമ്മൂക്ക ഫാൻസുകാർ മാത്രമല്ല, കേരള ജനത ഒന്നാകെ ആഗ്രഹിക്കുന്നുണ്ട്. ദേവദൂതൻ സിനിമ അല്ലെങ്കിൽ സ്ഫടികം സിനിമയൊക്കെ റിലീസ് ചെയ്തതുപോലെ മമ്മൂക്കയുടെ കുറച്ച് സിനിമകളും ഈ മാസ്റ്ററേഡ് ചെയ്തിട്ട് ഈ ലാലേട്ടൻ്റെ ഇപ്പം മണിച്ചിത്രത്താഴ് വരാൻ പോകുന്നു. ഇത്തരത്തിൽ ലാലേട്ടൻ്റെതായ ഇനിയും കുറേ സിനിമകൾ വരാൻ പോകുന്നുണ്ട്. മമ്മൂക്കയുടേതും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്ന് കേൾക്കുന്നു. അവിടെയിടങ്ങളിലായിട്ട് ചില ശ്രുതികളൊക്കെ കേൾക്കുന്നുണ്ട്. മമ്മൂക്കയുടെയും 3-4 സിനിമകൾ റീമാസ്റ്റേർഡ് ഒക്കെ ചെയ്തിട്ട് തിയേറ്ററുകളിൽ റിലീസായിട്ട് എത്തുമെന്ന്. എന്തായാലും തന്നെയും മമ്മൂക്ക, ലാലേട്ടൻ ഇവരുടെയൊക്കെ ഒരു പഴയകാല സൂര്യ പ്രതാപം ഉണ്ടായിരുന്നു. ആ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് തിയേറ്ററുകളിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പുതുതലമുറയ്ക്ക് ഒരവസരം കിട്ടുന്നതാണ് ശരിക്കും പറയാൻ ഈ റിലീസ് കൊണ്ട് ശരിക്കും ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ബിലാൽ ഇതൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്നും ഓർത്ത് നോക്കി. അങ്ങനെ ഒരു പിടി സിനിമകൾ നമ്മൾ ഏവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം മണിച്ചിത്രത്താഴൊക്കെ വരുമ്പം അതുണ്ടാക്കുന്ന കോളുകളൊക്കെ ഇതൊന്നും അല്ല, ഇതിനും എത്രയോ അപ്പുറമായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഇത്തരത്തിൽ റിലീസിൻ്റെ ഒരു മഹാമേള തന്നെ ലാലേട്ടൻ്റെ ഒരു കമ്മിങ് ബാക്കിന് ഗംഭീരമായ ഒരു സാമ്പിൾ വെട്ടിക്കെട്ട് തുടങ്ങി വയ്ക്കുന്ന സിനിമയായിട്ട് ഈ സിനിമ മാറുന്നെങ്കിൽ കാണിക്കുന്നത് റിലീസായാലും ഏത് റിലീസായാലും ലാലേട്ടൻ്റെ പവർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ലാലേട്ടൻ്റെ വിമർശകരുടെ നെഞ്ചത്തേറ്റ ഈ അടിക്കും നിങ്ങളുടെ കമൻ്റൊക്കെ പ്രതീക്ഷിക്കുന്നു. എന്നയുടെ വിശേഷങ്ങൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.